ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സുമിത്രയും ഭാഗ്യശ്രീയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. സുമിത്രയുടെ മുഖത്ത് നല്ല പേടിയുണ്ട്. ഭാഗ്യശ്രീ സുമിത്രയോട് പറയുന്നുണ്ട്, സാഗറിനും സുജാതയ്ക്കുമെതിരെ ഏട്ടൻ ഇറങ്ങിയതു മുതൽ അമ്മയുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ സത്യങ്ങളും ഏട്ടൻ വൈകാതെ തന്നെ അറിയും. ഇതുവരെ ചെയ്തതിനെല്ലാമുള്ള ശിക്ഷ അന്നമ്മയ്ക്ക് ഏട്ടൻ തരും. അടുത്തു തന്നെ അമ്മയുടെ ദുഷ്ടമനസ്സ് ഏട്ടൻ അറിയും എന്നൊക്കെ ഭാഗ്യശ്രീ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ സുമിത്രയ്ക്ക് ആകെ പേടിയായി തുടങ്ങുന്നുണ്ട്. അതിനുശേഷം സഹദേവന് നല്ല പണി കൊടുക്കുന്നുണ്ട് ബലരാമൻ. നിന്റെ ഒരു പരിഗണന എന്നൊക്കെ പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും സഹദേവനെ പിടിച്ച് അടിക്കുകയാണ് ബലരാമൻ. അതിനുശേഷം ആന്റിയമ്മയും മാനസിയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഓഫീസിൽ വെച്ച് മാനസ ആന്റിയമ്മയെ വിളിക്കുകയാണ്. ആന്റിയമ്മ അപ്പോൾ മാനസിയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ അവനിൽ നിന്നും മാറി നിൽക്കരുത്, എപ്പോഴും അവൻ്റെ കൂടെ തന്നെ വേണം. നീ ഇപ്പൊ തന്നെ അവൻ്റെ ക്യാബിനിലേക്ക് പോടി, എന്നിട്ട് സ്നേഹത്തോടെ അവനോട് മിണ്ടിയും പറഞ്ഞ് അവനിൽ നിന്ന് ഓരോ വിവരങ്ങൾ ചോർത്തിയെടുക്കുക എന്ന് ആന്റിയമ്മ മാനസയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ട് മാനസ കൃഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ കൃഷ് കൺമണിയെ കാണാതെ വളരെ ടെൻഷനായി ഇരിക്കുന്ന സമയത്താണ് മാനസ അങ്ങോട്ടേക്ക് പോകുന്നത്. കൃഷിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മാനസയ്ക്കാണെങ്കിൽ വളരെ സന്തോഷവുമുണ്ട്. അതിനുശേഷം കൺമണി ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. കൺമണി തൻ്റെ ക്യാബിനിൽ ഇരിക്കുമ്പോൾ കൃഷ് കൺമണിയെ ഫോണിൽ വിളിച്ചിട്ട്, കൺമണിക്ക് ചോദിച്ചത് മനസ്സിലായില്ലേ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു എന്ന് കൃഷ് കൺമണിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം കൺമണി കൃഷിൻ്റെ ക്യാബിനിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി നീ എവിടെയായിരുന്നു, എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ കൃഷ് കൺമണിയോട് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇനി എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും സാറിനോട് പറഞ്ഞിട്ടേ പോകൂ, ഈ ഒരു തവണ സാറ് എന്നോട് ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി നിനക്ക് വയ്യാത്തതല്ലേ, ഞാൻ പേടിച്ചു പോയി, നിനക്കൊരു ക്ഷീണം വന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ കൃഷ് കൺമണിയോട് പറയുന്നുണ്ട്. കൺമണി അപ്പോൾ കൃഷ്ണനോട് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ, ഞാൻ ആദിത്യയുടെ കൂടെ അവളുടെ വുഡ് ബി വരുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അവള് എന്നോടൊന്ന് വരാമെന്നോ ചോദിച്ചു, അങ്ങനെ ഞാൻ അവളുടെ കൂടെ പോയതാണെന്ന് കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്. അതിനുശേഷം കൃഷ് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി എന്നോട് ഈ ചെയ്തതിന് ഞാനൊരു ചെറിയ പനിഷ്മെന്റ് നിനക്ക് തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്ന്. അപ്പോൾ കൃഷി പറയുകയാണ്, എനിക്ക് നീ ഒരു മുത്തുകവ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൃഷിന്റെ കവള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൺമണി അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നോക്കിയിട്ട് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് കൃഷിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അതിനുശേഷം അനിരുദ്ധ് സാറ് ഹോസ്പിറ്റലിൽ വരുണിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട്, ആ കരീം സാഹിബിനെ ഞാനും കണ്ടിരുന്നു, അയാള് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അതുകൊണ്ട് ആ വീട് അയാൾക്ക് തന്നെ എഴുതി കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ വരുൺ അനിരുദ്ധ് സാറിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പട്ടി എഴുതി കൊടുക്കും അയാൾക്ക് ആ വീട് എന്ന് വരുൺ പറയുമ്പോൾ അങ്ങോട്ടേക്ക് കരീം സാഹിബ് വരുന്നുണ്ട്. സാഹിബിനെ കാണുമ്പോൾ തന്നെ വരുണിന്റെ അച്ഛൻ ആകെ പേടിക്കുന്നുണ്ട്. വരുണിന്റെ കൂടെ അനിരുദ്ധ് സാറിനെ കൂടി കാണുമ്പോൾ സാഹിബ് പറയുന്നുണ്ട്, വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ചാണല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് അനിരുദ്ധ് സാറ് സാഹിബിനോട് പറയാണ്, ഗുണ്ടായിസത്തിനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ അത് നടക്കില്ല, അത് എൻ്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെ അനിരുദ്ധ് സാറ് പറയുമ്പോൾ സാഹിബ് അനിരുദ്ധ് സാറിനോട് പറയുന്നുണ്ട്, മിണ്ടാതിരിക്കടാ നീ അവിടെ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് പേടിച്ചുകൊണ്ട് അവിടെയുള്ള ചെയറിൽ ഇരിക്കുകയാണ്. അതിനുശേഷം സാഹിബ് കിടക്കുന്ന വരുണിൻ്റെ കവളിൽ പോയിട്ട് തട്ടിയിട്ട് ചിരിച്ചുകൊണ്ട് വരുണിനോട് പറയുന്നുണ്ട്, ഞാൻ ഒരു തർക്കത്തിന് വേണ്ടി വന്നതല്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം, എനിക്ക് എത്രയും പെട്ടെന്ന് ആ വീട് എഴുതി തരണമെന്നൊക്കെ വരുണിനോട് പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.